പ്രവാചക കേശവുമായി ബന്ധപ്പെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസ്താവന അത് വലിയ ചർച്ചയാവുകയാണ്. ഏതായാലും ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്തയുടെ നേതാവ് ബഹാവുദ്ദീൻ നദ്വി രംഗത്തെത്തിയിരിക്കുന്നു. പ്രവാചക കേശം എന്ന കാന്തപുരത്തിന്റെ വാദം വ്യാജമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്നപ്പോൾ തന്നെ അത് വ്യാജമാണെന്ന് തെളിഞ്ഞതാണ്. ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി പദവി എന്നതും വ്യാജമാണെന്ന് പറയുന്നു. നബിദിനം അടുക്കുമ്പോഴുള്ള കച്ചവടമാണ് ഇപ്പോഴത്തെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും ബഹാവുദ്ദീൻ നദ്വി റിപ്പോർട്ടറോട് പറഞ്ഞു. ഈ പ്രവാചക കേശത്തിന് തന്നെ നീളം വെച്ചു എന്നുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ നദ്വി രംഗത്തെത്തിയിരിക്കുന്നത്. AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള കേശം വർഷങ്ങൾക്ക് മുമ്പ് ചർച്ചാ വിഷയമായതാണ്. പ്രവാചക തിരുമേനിയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട്. പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിൻ്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണമെന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ. സനദ് എന്നാണ് അതിന് അറബിയിൽ പറയാം. അങ്ങനെ ഒന്ന് AP അബൂബക്കർ മുസ്ലിയാരുടെ കയ്യിലുള്ള കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട്. വ്യാജം പറയുക, ചെയ്യുക, പ്രവർത്തിക്കുക എന്നത് AP അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല. ഇപ്പോൾ 94 വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസം വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിക്കലും വെച്ച് പൊറിപ്പിക്കാൻ കഴിയാത്തതാണ്. തീർച്ചയായിട്ടും അതിൻ്റെ കച്ചവടവൽക്കരണം തന്നെ ആയിരിക്കും ലക്ഷ്യം വെച്ചിട്ടുണ്ടാകാം. ഫണ്ട് കളക്ഷന് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ദുരുദ്ദേശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമായിരിക്കണം ഇത്. പ്രവാചക കേശം കൊണ്ടുവച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് എന്നതായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന. നമുക്ക് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് കൂടി കേൾക്കാം. ഷെയർ മുബാറക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചതിനേക്കാൾ 1/2 സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട്. എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത്, വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും ഒഴിക്കരുത്. മുബഷീർ P. അക്ബറാണ് ചേരുന്നത്. മുബഷീർ, വലിയ ചർച്ചയായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രസ്താവന. തിരുകേശം ഏതാണ്ട് 1/2 സെന്റിമീറ്ററോളം വലുതായി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. അതിനെതിരെയാണ് ഇപ്പോൾ ബഹാവുദ്ദീൻ നദ്വി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വലിയ ചർച്ചാ വിഷയമാകുകയാണ് ഇതല്ലേ? ഗുഡ് ഈവനിംഗ് വിനീത. തീർച്ചയായും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പ്രവാചക കേശവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനയുടെ നേതാവ് കൂടിയായിട്ടുള്ള കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസമായിരുന്നു കോഴിക്കോട് വെച്ച് നടന്നൊരു പരിപാടിയിൽ വെച്ച് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരുന്നത്. തങ്ങളുടെ പക്കലുണ്ടെന്ന് അവകാശപ്പെടുന്ന പ്രവാചക കേശം ഒരു അളവിൽ വളർന്നു എന്നുള്ളതായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളോട് പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ ചില പാനീയങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിബന്ധനകളൊക്കെ തന്നെ അദ്ദേഹം ചേർത്ത് പറയുന്നുണ്ടായി. നമുക്കറിയാം, രാഷ്ട്രീയ കേരളം എന്നല്ല രാജ്യം തന്നെ ഏറെ ചർച്ച ചെയ്തൊരു വിവാദമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ്, ഏകദേശം 12 വർഷം മുമ്പ് നടന്ന തിരുകേശവുമായി ബന്ധപ്പെട്ട വിവാദം. അന്ന് ഇതേ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വത്തിൽ തന്നെയായിരുന്നു പ്രവാചകന്റെ കേശം എന്ന പേരിൽ ഒരു കേശം ഇവിടെ കൊണ്ടുവരികയും തുടർന്നൊരു കേരള പര്യടന യാത്ര നടത്തുകയും അത് ആ രീതിയിൽ പ്രദർശനം ചെയ്യാനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്തിരുന്നത്. അതിനെതിരെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ തന്നെ കാന്തപുരം AP വിഭാഗത്തിനെതിരെ EK സമസ്തയും KNM ജമാഅത്ത് ഉൾപ്പെടെയുള്ള മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. സ്വാഭാവികമായിട്ടും സമാനമായിട്ടുള്ള ഒരു അഭിപ്രായം പ്രതികരണമായി അദ്ദേഹം വീണ്ടും രംഗത്ത് വന്ന സാഹചര്യത്തിൽ സമാനമായിട്ടുള്ള നിലപാടുമായിട്ട് തന്നെയാണ് ഇപ്പോൾ AP സമസ്തയ്ക്കെതിരെ EK വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത്. EK വിഭാഗത്തിലെ കേന്ദ്ര മുഷാവർ അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നത്. ഇത് നേരത്തെ കൊണ്ടുവന്ന സമയത്ത് തന്നെ വ്യാജമാണെന്ന് തെളിഞ്ഞതായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അത് വീണ്ടും ചർച്ചയാക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ കച്ചവട താല്പര്യമാണ് എന്നുള്ളതാണ് മുഹമ്മദ് നദ്വി പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ റബിയുൽ അവൽ, അതായത് പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട നബിദിനത്തിലേക്ക് അടുക്കുന്ന സമയത്ത് കച്ചവട താല്പര്യങ്ങളാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സമാനമായിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളിൽ മുജാഹിദ് സംഘടനകളും പറയുന്നു എന്നുള്ളതാണ്. അതേസമയം കാന്തപുരം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ ഒരു സംഘടനയുടെ നിലപാടാണോ എന്നുള്ളത് വ്യക്തമാക്കാൻ ഇതുവരെ AP വിഭാഗം, കേരള മുസ്ലിം ജമാഅത്ത് പോലെയുള്ള അവരുടെ സംഘടനകളൊന്നും തന്നെ ഇതുവരെ തയ്യാറായിട്ടുമില്ല. വിനീത.